നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിലെ 8 റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നിയമലംഘനങ്ങൾ നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അവ ഔദ്യോഗികമായി അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് തൊഴിൽ മന്ത്രാലയമാണ്. തൊഴിൽ മന്ത്രാലയം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെ വിശദമാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ കമ്പനികൾ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപഭോക്താക്കൾ നൽകിയ പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തി. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ നടപടി നേരിട്ടതെന്നാണ് വിശദീകരണം. മന്ത്രാലയത്തിന്റെ അടച്ചുപൂട്ടൽ നടപടിക്ക് വിധേയമായ 8 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദമായി ഒന്ന് നോക്കാം. റീജൻസി മാൻ പവർ റിക്രൂട്ട്മെന്റ്, മഹദ് മാൻ പവർ Co-WLL, യുണൈറ്റഡ് ടെക്നിക്കൽ സർവീസ് WLL, അൽ ജാബർ മാൻ പവർ സർവീസസ് Co, എലോറ മാൻ പവർ റിക്രൂട്ട്മെന്റ്, ഗൾഫ് ഏഷ്യ റിക്രൂട്ട്മെന്റ്, സവാഹിൽ അൽ അറബിയ മാൻ പവർ, റിലയൻസ് മാൻ പവർ റിക്രൂട്ട്മെന്റ് എന്നിവയാണ്. രാജ്യത്തെ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നിരീക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളോടനുബന്ധിച്ചാണ് അടച്ചുപൂട്ടലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം പരിശോധനകൾ തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്ക് കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതിനിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 3 ഉംറ സർവീസ് സ്ഥാപനങ്ങൾ ഖത്തർ എൻഡോമെന്റ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയം അടച്ചുപൂട്ടിക്കൊണ്ടുള്ള നടപടിയുമുണ്ടായി. ഉംറ മേഖലയിൽ പ്രവർത്തന ലൈസൻസ് ഇല്ലാതെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തതിനാണ് പിഴ ഈടാക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഈ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഹജ്ജ് ഉംറ കാര്യ വകുപ്പിലെ ജുഡീഷ്യൽ പോലീസ് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധന. ഈ പരിശോധനയിലാണ് ഈ സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾക്കായി കേസ് ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായി പോലീസ് അറിയിച്ചു. ഉംറ സേവനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഓഫീസുകളും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ഹജ്ജ് ഉംറ കാര്യ വകുപ്പിൽ നിന്ന് ഉംറ യാത്രകൾക്കുള്ള ലൈസൻസ് നേടണമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഹജ്ജ് ഉംറ കാര്യ വകുപ്പിലെ ജുഡീഷ്യൽ പോലീസ് ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ ഉംറ ഓഫീസുകളിൽ പരിശോധനകൾ നടത്തുകയാണെന്നും അവർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ലഹരിക്കടത്ത് കേസിൽ 100-ലേറെ ഇന്ത്യക്കാർ ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. പലരും ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് അറിയാതെ ചെയ്യുന്നതാണ്. അറിവില്ലായ്മ കാരണം കേസിൽ കുടുങ്ങിപ്പോകുന്നതാണ്. ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എംബസിയും അപെക്സ് ബോഡിയായ ICBF-ഉം ചേർന്ന് സെമിനാർ സംഘടിപ്പിക്കും. ഖത്തറിൽ നിരോധനമുള്ള വസ്തുക്കളുടെ കൃത്യമായ ധാരണ ഇല്ല എന്നതുകൊണ്ടാണ് പലരും കേസുകളിൽ കുടുങ്ങുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകളും ആയുർവേദ മരുന്നുകളും കൊണ്ടുവരുന്നവരും നിയമ നടപടി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൃത്യമായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഇന്ത്യൻ എംബസി ICBF-ന്റെ സഹകരണത്തോടെ സെമിനാർ സംഘടിപ്പിക്കാൻ പദ്ധതിയിടുന്നത്.